ഞാൻ നമ്മുടെ തിരുവല്ലയിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നെ ഇത്രയ്ക്ക് 2 പേര് എൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. താമസിച്ചില്ലല്ലോ അല്ലേ? മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. പറഞ്ഞു താമസിച്ചില്ലല്ലോ അല്ലേ? താമസിച്ചില്ല. എന്താണ് 2 പേര് പരിപാടി? ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം ഞാനിവിടെ വന്നത് കുറേ കാഴ്ചകൾ, ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുറേ കാഴ്ചകൾ വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലൊക്കെ ഒന്ന് പോയാലോ? ആയിക്കോട്ടെ. അതിന് മുമ്പ് ഒന്ന് പരിചയപ്പെട്ടേ. എൻ്റെ പേര് ഷൈനു, വീട് ഇരുവരൂറ്, വീട്ടുപേര് മടത്തുങ്കലെ. ഇതെൻ്റെ വൈഫ് സിസിലി. പറഞ്ഞു സിസിലി ജോസഫ്. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. അപ്പം ഇവർ 2 പേര് ഇപ്പം വിദേശത്തായിരുന്നു. ഇപ്പൊ നാട്ടിലാണ്, സെറ്റിലായി. ഞങ്ങൾക്ക് ഒരു മകളാണുള്ള, മകളും മകനും. അവർ 2 വിദേശത്താണ്, UK-ലാണ്. പക്ഷേ ഇവരിവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കൂടി നിങ്ങൾ എത്തിക്കുന്നത് അല്ലേ? അതെ. ഇപ്പോൾ കാഴ്ചകളിലേക്ക് പോയേക്കാം. ഇതാണ് ഞങ്ങളുടെ ബൊഗൈൻവില്ല. ഒരുപാട് ബൊഗൈൻവില്ലകൾ. എത്രോളം കളക്ഷൻ ഉണ്ട്? 100ഓളം കളക്ഷൻ ഉണ്ട്. എല്ലാം നാടനുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെയെല്ലാം പല ഇതുണ്ട്. എല്ലാം 100ഓളം ഉണ്ട്. അപ്പൊ നിങ്ങൾ 2 പേരും കൂടെ ആണോ ഇത് പരിപാടി? 2 പേരും തമ്മാണ്. പിന്നെ ഞങ്ങളില്ലാത്തപ്പോൾ ഞങ്ങൾക്കൊരു സഹായമുണ്ട്. ഞങ്ങളില്ലാത്തപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഞങ്ങളുടെ ചാക്കോച്ചിയാണ്, എൻ്റെ കസിൻ്റെ മോനാണ്. അവനാണ് ഞങ്ങളുടെ സഹായി. പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ കഷ്ടപ്പാട്. ചാക്കോച്ചി എന്ന് ഉദ്ദേശിച്ചത് ഇതാണ് ചാക്കോച്ചി. എന്തുണ്ട്, സുഖമാണോ? അപ്പൊ ഇവരില്ലാത്ത സമയത്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലേ, ചെടിയെല്ലാം പരിപാലിക്കുന്ന ചാക്കോച്ചിയാ. ചാക്കോച്ചി എന്ത് കൊടുക്കുക? പഠിക്കുവാണോ? അതോ എവിടെ ആണോ? പഠനമൊക്കെ നല്ലോണം പോണോ? അവധിയൊക്കെ ആയല്ലേ? അപ്പൊ എല്ലാ ദിവസം വന്ന് വെള്ളം ഒഴിക്കുമോ? ഇത് പല കളറുകളുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, നമ്മുടെ നാടൻ വെറൈറ്റികളുണ്ട്. ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് യാത്രയാണ് ഞങ്ങൾ കൂടുതൽ. ഞങ്ങൾ 2 തന്നെ ഉള്ളല്ലോ. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓരോ കമ്പുകൾ കൊണ്ടുവന്ന് നട്ടു വെക്കുന്നതാണ്. അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര പോയപ്പോൾ കൊണ്ടുവന്ന കമ്പാണ് അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അത് മുള വരുന്നു കണ്ടില്ലേ, കൂടിൻ്റെ അകത്ത് വെച്ചേക്കാണ്. അതായി കഴിയുമ്പോൾ അത് ഇതുപോലെ പ്ലാന്റ് വരും. അങ്ങനെ ഉണ്ടാക്കിയാണ് ഇതിൽ കൂടുതലും. പിന്നെ പല ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോഴേ അങ്ങനെയുള്ള വെറൈറ്റികളാണ്. എല്ലാം ഹൈബ്രിഡാണ്. അതുകൊണ്ട് പുതിയ വെറൈറ്റിയാണ് ഹൈബ്രിഡിൻ്റെ. പേരൊക്കെ അറിയാം? പേര് മിക്കവാറും ഒക്കെ പറയാം. 100ഓളം വെറൈറ്റി ഉണ്ട്. പിസ്ത നല്ല കളറാണ്. പിന്നെ ചില്ലി ഐസ്ക്രീം ഉണ്ട്, ചില്ലി റെഡ് ഉണ്ട്. ചില്ലി റെഡ് ഇരിക്കുന്നു ഉണ്ടല്ലേ, നല്ല ഇത് വെയിൽ കുറവാണ്ട്. വെയിലത്താകുമ്പോഴത്തേക്ക് നല്ല രസം, നല്ല ഭംഗിയായത്. ഇച്ചിടൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം പോലെ മഴ പെയ്ത് എല്ലാം ഒത്തിരി പൂവൊക്കെ വലിയ ഫ്ലവറൊക്കെ പോയി. മഴ കണ്ടുപോകാനാവില്ല. ചില്ലി ഓറഞ്ച് ഉണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ഫ്ലവറായിരുന്നു, നല്ല വൃത്തിയായി, നല്ല ഭംഗിയായിരുന്നു. അതുപോലെ വൈറ്റ്. പിന്നെ അർജുന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. പക്ഷേ അത് ഫ്ലവർ നല്ലോണം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ അടുത്ത ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുക ഉണ്ടല്ലേ. അതിൽ പിങ്ക്. ഇത് മഴക്കാലത്ത് ഇത് പൂവുണ്ടാകുന്ന സാധ്യത. ഇതിന് മഴ ഒരു വിഷയമല്ല. എൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പിങ്ക് പിസ്ത. ഇത് മഴക്കാലത്ത് നല്ലോണം ഫ്ലവർ വരും. മഴക്കാലത്ത് ഈ ഒരു ഐറ്റം ഉള്ളു ഞാൻ കണ്ടതിൽ മഴക്കാലത്ത് നല്ലോണം ഫ്ലവർ വരുന്നത്. അത് പൂവുള്ളതാണ് ഇപ്പോൾ ഇവിടെ. പൂ പോയിക്കുമ്പോൾ എനിക്ക് വെയിൽ വേണം, ഇതിന് നല്ല വെയിൽ വേണം. ഇതിന് വെള്ളം വേണ്ട. വെയിൽ എനിക്കുള്ള ഏറിയ കുറവാണ്ട് ഞാൻ പൂ പോയി കഴിയുമ്പോൾ ടെറസിലൂടെ മാറ്റും. അങ്ങനെ ടെറസിൽ ഇരിപ്പുണ്ട് പൂവില്ലാത്തതല്ല. ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ പൂവാണ് ഇവിടെ സെറ്റ്. ഇത്രയുടെ ഉള്ളൂ എനിക്ക് വെയിൽ. ഇതിന് വെയിലാണ് ഇതിന് ഏറ്റവും ആവശ്യം. വെള്ളം വേണ്ട. വെയിൽ മസ്റ്റാണ്. ഇതിന് വെയിൽ വൈകുന്നേരം വാടുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലാതെ വെള്ളം എന്നുമായിട്ട് കൊടുക്കത്തില്ല. വെയിൽ ചില ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വാടി തളർന്ന് കിടക്കും. അന്നേരമാണ് വെള്ളം കൊടുക്കുന്നത്. വെയിൽ അത്യാവശ്യമാണ്. മഴ ഇതിന് പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഷെഡിനകത്തോട്ട് മാറ്റും. നനച്ചാൽ ചെടി അളിഞ്ഞു പോകും. നനച്ചാൽ പോവും. ഇലയെല്ലാം പൊഴിഞ്ഞ് പഴുത്തു പോകും. ഇത് പണിയാണ്. 6 മാസമേ ഉള്ളൂ. മഴയായി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ ടെറസിന് മേളിൽ, റൂഫിന് മേളിൽ കയറ്റും. അവിടെ കപ്പിയും കയറൊക്കെ വെച്ചിട്ടുണ്ട്. വലിച്ചെല്ലാം മേളിൽ കയറ്റും. ഞങ്ങൾ 2 കൂടെ എല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ സഹായിയാണ് ചാക്കോച്ചി, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതന്നെ. ഇത് പീച്ച് കളർ ചില്ലി ഐസ്ക്രീം. ഇത് ചില്ലി ഐസ്ക്രീം. ഇത് പിങ്ക് ആയിട്ട് വരുമല്ല. വെയിൽ കൂടുന്നവരും കൊണ്ട് ഇപ്പം തന്നെ പിങ്ക് ആയിട്ട് ലാസ്റ്റ് വരുമ്പോൾ നല്ല പിങ്ക് കളറാവും ഉണ്ടല്ലേ. പിങ്കായി വരുന്നത്. ഇത് ഞങ്ങൾ തന്നെ ബഡ് ചെയ്താണ്. ബഡ് ചെയ്ത് പക്ഷേ ആ വെച്ച ശമ്പം കൊണ്ട് ശരിയായില്ലെങ്കിലും ഫ്ലവറായി ഒരു ഉണ്ടല്ലേ. ഞങ്ങൾ റെഡിൻ്റെ കമ്പ് വെച്ചാണ്. അടുത്ത വർഷത്തേക്ക് കമ്പ് ഇവിടെ ഇച്ചിരി അന്ന് ഇച്ചിരി കേടൊക്കെ ഉണ്ട്. ഞങ്ങൾ സാഫൊക്കെ തേച്ച് എടുത്തതാണ്. 2 മൂടെ ഞങ്ങൾ ഒരുമിച്ച് വെച്ചതാണ്. ഒരു പിങ്കും ഒരു വൈറ്റും കൂടെ നാടനാണ്. വെള്ളയല്ല ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പിങ്ക് ആകും. പിങ്ക് ആകുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ വന്ന അകത്തുനിന്ന് തേനെടുത്തിട്ട് പൂമ്പെടുത്ത് എടുത്തിരിക്കുന്നതാണെന്ന് പറയുന്നു. ഞങ്ങളിങ്ങനെ പല ഗാർഡനിലൊക്കെ ചോദിച്ചുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പറയുന്നു. ഇവിടെ ഞങ്ങൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട്.
പ്യുവർ വെള്ളമാണോ വെക്കുന്നതെല്ലാം പിങ്ക് ആകുന്നുണ്ട്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ചില പൂക്കളൊക്കെ പിങ്കായിട്ട് വരും. ഇത് വെള്ളയായിരുന്നു, വെള്ളയുടെ മേളിലോട്ട് വരുമ്പോൾ പിങ്ക് കളറായിട്ട് വരും. മേളിൽ 2 പൂവുണ്ട്, അതെല്ലാം മഴ പെയ്ത് പോയി. അതിന് അടുത്ത പൂ വന്നോണ്ടിരിക്കുക. അപ്പോൾ അച്ചായ ആ അപ്പോൾ ഈ പ്രാവശ്യം 100 ഉള്ളൂ. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ എത്ര കാണും? അത് ഇരട്ടിയാവും. ഇരട്ടി എല്ലായിടത്തും ഓടി ഇറന്ന് പറിച്ചോണം. അപ്പൊ ചാക്കോച്ചി എങ്ങനാ കട്ടയ്ക്ക് വെള്ളം ഒഴിക്കല്ലേ? കാണത്തില്ലേ? ആ ഓക്കെ ചാ. അപ്പൊ ഓക്കെ ചാ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ശരി, 100 നമ്മൾ ഇരട്ടിക്കണം. തീർച്ചയായിട്ടും കേട്ടോ? തീർച്ചയായിട്ടും. ഓക്കെ എന്നാ. ഓക്കെ.